2, 1. Whoa! ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ക്ലേയുടെ തവയിൽ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കിയതാണ്. നല്ല രീതിയിൽ പണി കിട്ടി. ഞാൻ മൈക്കൊക്കെ എടുത്ത തവ തന്നെയാണ്, പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കാരണമാവും. ഇത് വർക്കാവാണ്ടായപ്പോൾ അപ്പവുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാത്രത്തിനെ സെൻറ്ററിൽ കൊണ്ടുവച്ച് ശരിക്കുള്ള അപ്പച്ചട്ടീനെ ആ അറ്റത്തും വെച്ചിട്ടുണ്ട്. ആ അപ്പച്ചട്ടിയിൽ അങ്ങോട്ട് മര്യാദയ്ക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് എണ്ണ അങ്ങോട്ട് നല്ല രീതിയിൽ ഈ ബ്രഷ് അങ്ങോട്ട് വെച്ച് തൂത്തു. പിന്നെ നോക്കിയപ്പോഴാണ് ബ്രഷൊക്കെ ഒന്ന് ഉരുകിയിരിക്കുന്നത്. കാരണം ഇത് സിലിക്കോണിൻ്റെ ബ്രഷ് ആയിരുന്നില്ല. എൻ്റെ മുമ്പ് സിലിക്കോണിൻ്റെ ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാണ്ടിരുന്ന് ഒരു കുഴപ്പമില്ലാത്തിട്ട് കളഞ്ഞതാണ് ഞാൻ. എന്നിട്ട് വേറെ ഒരെണ്ണം കിട്ടിയപ്പോൾ യൂസ് ചെയ്താണ്. അത് ഉരുകിയും പോയി. അങ്ങനെ പിന്നെ പാത്രമൊക്കെ ഒന്നും കൂടി തേച്ചൊരച്ചെടുത്ത് വീണ്ടും അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി. ദാ ഈ പാത്രത്തിൻ്റെ അവസ്ഥ അത് തന്നെ. പിന്നെ അപ്പച്ചട്ടിയിൽ വെച്ചപ്പോൾ ശരിക്കും കിട്ടി. അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ഒരു ബേർണറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും തിളച്ച് പോയിട്ടിരിക്കുന്നതല്ല. ഞാനൊരു ദിവസം ഇരുമ്പിൻ്റെ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു, അത് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയതാണ്. നോക്കിയപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളർ എങ്ങനെയുണ്ട് പൊളിഞ്ഞു പോയി. ഇനി അത് എന്ത് ചെയ്യുന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. ഇതാണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് അധികം നാളും ആയിട്ടില്ല. എൻ്റെ മണ്ണിൻ്റെ അപ്പച്ചട്ടി ഇനി ഒന്നും കൂടി മയങ്ങാനുണ്ടെന്ന് ഞാനിങ്ങനെ ഒന്ന് പറയണട്ടോ ഉണ്ടാക്കുമ്പോൾ. വല്ല തെങ്ങിൻ്റെ വാഴയുടെയൊക്കെ കടക്കിലേക്ക് വലിച്ചെറിയാൻ തോന്നിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതിലായിരുന്നു ഞാനപ്പോൾ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡയലോഗ്, 2 പെഗ് കൊടുത്തോക്ക് മയങ്ങിക്കോളുന്നു. നോക്കാട്ടാ. അങ്ങനെ എൻ്റെ പഴയ അപ്പച്ചട്ടി തന്നെ എൻ്റെ മാനം രക്ഷിച്ച സന്തോഷത്തിൽ ഞാൻ ഇനി 2 അപ്പം എടുത്ത് കഴിക്കട്ടെ. അപ്പം അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരപ്പം പൊട്ടിയേക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനും ഞാൻ പൊട്ടിയപ്പം കഴിക്കണം. അത് മാറ്റി വെച്ച് നല്ല അപ്പം വീണ്ടും എടുത്തു. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. വൈകിട്ട് ചിലപ്പോൾ കുട്ടികൾ കഴിച്ചാലായി. പിന്നെ വീഡിയോയിൽ കാണിക്കാനുള്ളതല്ലേ, കുറച്ച് സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആദ്യം ഒരു ബൗളൊക്കെ എടുത്ത് കറി ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയായിട്ടുള്ള അപ്പത്തിൻ്റെ മുകളിലേക്ക് കറി ഇങ്ങനെ ഒഴിച്ച് അത് സോക്ക് ചെയ്ത് കഴിക്കല്, ആഹാ എന്ത് രസമാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പും ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചീത്ത പറയും. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം വിചാരിച്ചു ബാക്കിയുള്ളവർ എന്ത് കരുതും ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ. അങ്ങനെ ഈ കഴിക്കുന്ന സ്റ്റൈലൊക്കെ മാറ്റി. പിന്നെ ഇനിയിപ്പോൾ ഇത്രയും വർഷമായ സ്ഥിതിക്ക് ഇനി ആരെ ബോധിപ്പിക്കാനാ? ഈ വീഡിയോ കാണുന്ന ആര് എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് എടുത്ത് കഴിച്ചു. വയറും മനസ്സും ഒരുപോലെ നിറയണമെങ്കിലേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.